السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله رب العالمين. رب يسر ولا تعسر وتمم بالخير. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അൽഹംദുലില്ലാ, ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഭംഗിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വ്യക്തികളിൽ ഒരു വ്യക്തി കൂടെ ആയിട്ടുള്ള ഹിന്ദ് ബിൻത് അബി ഉമയ്യ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ പലർക്കും തന്നെ ഇതാരാണെന്ന് അറിയാനൊരു കൗതുകം ഉണ്ടാവും അല്ലേ. ഈ ഒരു പേരിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഇത് നമ്മളെല്ലാവരും ഏറെ അറിയപ്പെടുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. സുബ്ഹാനല്ലാഹ്, തൻ്റെ അഭിപ്രായം കൊണ്ടൊരു സംഘത്തിൻ്റെ മുഴുവൻ മനസ്സ് മാറ്റി വിജയിച്ച ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ അല്ലാതെ മറ്റൊരു സ്ത്രീയെയും എനിക്കറിയില്ല എന്ന് ഇമാമുൽ ഹറമൈൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ അത്രയ്ക്കും ശ്രേഷ്ഠതയുള്ള ഒരു സ്ത്രീ കൂടെയാണ് നമ്മളുടെ ഉമ്മയാണ് ഹിന്ദ് ബിൻത് അബി ഉമയ്യ റളിയല്ലാഹു അൻഹ. ഇവരുടെ ലൈഫ് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പും അതുപോലെ അതിന് ശേഷം, അങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഖുറൈശിലെ മഖ്സൂം ഗോത്രക്കാരനായ മുഗീറയുടെ പുത്രൻ അബു ഉമയ്യ അറിയപ്പെട്ട ഒരു ഔദാര്യവാനാണ്. സമ്പൽ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അദ്ദേഹം സാദുർ റാക്കിബ് അഥവാ പതികന്റെ പാതയം എന്ന പേരിന് തീർത്തും അർഹനാണ്. അബു ഉമയ്യയുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഭക്ഷണത്തെക്കുറിച്ചോ മറ്റോ ചിന്തിക്കേണ്ടതില്ല. അതുപോലെ തന്നെ സഹയാത്രികരുടെ മുഴുവൻ ചെലവുകളും അദ്ദേഹത്തിന്റെ വകയായിരിക്കും. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ആമിറിന്റെ പുത്രി ആതികയും ഔദാര്യത്തിന്റെ വിഷയങ്ങളിൽ പിറകിലല്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയും ഉപ്പയും അത്രയ്ക്കും ഔദാര്യവാന്മാരാണ് എന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് ഇതിൽ നിന്ന് മനസ്സിലാക്കി. ഹിജ്റയുടെ ഏകദേശം 23 വർഷം മുമ്പാണ് ഹിന്ദ്, നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. മാതാപിതാക്കൾ അതേപോലെ തന്നെ മകളും ഔദാര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ വളരെ മുന്നിലായിരുന്നു. ഹിന്ദ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ഉപ്പയുടെയും ഉമ്മയുടെയും പോലെ ഭയങ്കരമായിട്ട് ഔദാര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു പ്രതീകം തന്നെയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി ഉമ്മ സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ബനു മഖ്സൂം ഗോത്രത്തിൽ നിന്നാണ് അബൂ ജഹൽ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അല്ലേ, നമുക്കറിയാം യാസിർ കുടുംബം ഈ ഒരു കുടുംബത്തിന്റെ അടിമ കൂടെയായിരുന്നു. അപ്പോൾ ഇവിടെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഒരു സഹോദരനായിട്ട് വരും മുലകുടി ബന്ധത്തിലൂടെ. സുബ്ഹാനല്ലാഹ്, അപ്പം അങ്ങനെയും കണക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഖാലിദ് ബിൻ വലീദ് ഇബ്ൻ മുഗീറ റളിയല്ലാഹു അൻഹു ആരാണ്? നമ്മളുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കസിനാണ്, അതായത് ഉപ്പയുടെ സഹോദരന്റെ പുത്രനാണ്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ അങ്ങനെ ഒരുപാട് റിലേഷൻസ് ഉണ്ട്. ഇനി ഇവരുടെ സഹോദരന്മാരെന്ന് പറഞ്ഞത് ആമിർ, അബ്ദുള്ള, വലീദ് റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മൾക്ക് ഇവരുടെ ഫാമിലിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അവരുടെ വിവാഹത്തെ കുറിച്ചിട്ട്, ആദ്യ വിവാഹത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹു ആണ് ഇവരുടെ ആദ്യ ഭർത്താവ്. ഇവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കസിന് കൂടെയാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി, അതായത് ഉപ്പയുടെ പെങ്ങൾ ബർറ ബിൻത് അബ്ദുൽ മുത്തലിബിന്റെ പുത്രനാണ് അബ്ദുല്ലാഹി ഇബ്നു അൽ അസദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരന് കൂടെയാണ് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹും ഒരേ മാതാവിൽ നിന്ന് പാല് കുടിച്ചത് കാരണം അവർ മുലകുടി ബന്ധത്തിലൂടെ അവരും സഹോദരന്മാരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരുപാട് റിലേഷൻസ് ഉള്ള, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബന്ധമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയൊക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ വൺ ഓഫ് ദ ഏർലി മുസ്ലിം, അതായത് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളിൽ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വൺ, അതായത് ഏറ്റവും ആദ്യം സ്വീകരിച്ചിട്ടുള്ള കൂട്ടത്തിൽ 11ാമത്തെ സ്ഥാനമാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ദാറുൽ അർഖം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം വിശ്വാസിയായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ വിവാഹത്തിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ,
സൽസ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഭയങ്കര ഒത്തിണങ്ങിയിട്ടുള്ള വ്യക്തിയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുക്ക് അത്രയ്ക്കും പ്രാണനായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അതുപോലെ എന്തൊക്കെയാണോ ഭർത്താവിന് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ജീവിച്ച് അങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിച്ച ഒരു വ്യക്തി കൂടെയാണ് നമ്മളുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ കുറിച്ചിട്ട് കേട്ട ഉടനെ തന്നെ ഈ ഒരു കാര്യം ഭാര്യയായിട്ട് ചർച്ച ചെയ്യുകയും അങ്ങനെ അവർ ഇരുപേരും ആദ്യം ഇസ്ലാമിന്റെ ഏറ്റവും ആദ്യ ഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിലുണ്ട്. 14 15ാമത്തെയോ വ്യക്തിയാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. സുബ്ഹാനല്ലാഹ്, അത്രയ്ക്കും വലിയ എന്താണ് പറയുക പ്രഥമ സ്ഥാനം ലഭിച്ചിട്ടുള്ള 2 ദമ്പതിമാരാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം തുടക്ക സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അവർക്ക് മർദ്ദനങ്ങൾ സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയോട് കൂടി ഇവരെന്ത് ചെയ്തു, ഇവര് അബിസീനിയയിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ ആ പലായനത്തിൽ 10 പുരുഷന്മാരും 5 സ്ത്രീകളായിട്ടും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സംഘത്തിലെ 2 വ്യക്തികളാരാണ്, അബ്ദുള്ളയും ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹുമയും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് നിർവഹിച്ചിട്ടുള്ള ആദ്യ പലായനത്തിന്റെ ഒരു ഭാഗവാക്കുകൂടെയാണ് ഇവർ 2 പേര്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഇവർ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അടുത്ത് നിന്ന് ഇരട്ടി പ്രതിഫലം ലഭിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അല്ലേ. അത്രയും വേദനകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് നാടും വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു ചെറു സംഘം നാട് വിടുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാലോ ഈ ഖുറൈശികൾ ദേഷ്യം വന്നിട്ട് അവർക്ക് അത്രയ്ക്കും ദേഷ്യം വന്നിട്ട് അവരെന്താണ് നജാഷിയുടെ അടുത്ത് പോയിട്ട് എന്താണ് മുസ്ലിങ്ങളെ ദ്രോഹിക്കാനൊക്കെ അപേക്ഷിച്ചു. പക്ഷെ അവർ നല്ലൊരു വ്യക്തിയായത് കാരണം അവർ മുസ്ലിങ്ങൾക്ക് അവിടെ ആഭ്യം നൽകി. അങ്ങനെ അബിസീനിയയിൽ വെച്ചിട്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ആ കുഞ്ഞിൻ്റെ പേരാണ് സലമ. ഇതോടുകൂടിയാണ് അബ്ദുള്ളയും ഹിന്ദും മറഞ്ഞിട്ട് അബൂ സലമയും ഉമ്മു സലമയും ആയിട്ട് മാറുന്നു. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ ഇവർ 2 പേരും 3 ഹിജ്റ ചെയ്തിട്ടുണ്ട്. 3 ഹിജ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ടും ഈ ഒരു ചെറു സംഘം അബിസീനിയയിലേക്ക് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കയിലെ ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വ്യാജ വാർത്ത കേട്ടിട്ട് എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വന്നപ്പം ഇവർ ശത്രുക്കൾ അതികഠിനമായിട്ട് ഇവരെ പ്രയാസപ്പെടുത്താനൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ തിരിച്ചു വന്നതോടുകൂടി ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിൽ അവർ മക്കയിൽ നിന്നു. പിന്നെയും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെയും രണ്ടാമത് അവർ അബിസീനിയയിലേക്ക് തന്നെ പലായനം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിലും ഉമ്മു സലമയും അബൂ സലമയും ഉണ്ടായിട്ടുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ രണ്ടാമത്തെ ഹിജ്റ, അതായത് രണ്ടാമത്തെ പ്രാവശ്യം അബിസീനിയയിലേക്ക് പലായനം ചെയ്തതിന് ശേഷമാണ് അവർ കുറേ ഹദീസുകൾ, അതായത് ഏകദേശം ഒരുപാട്, അതായത് 15ഓളം ഹദീസിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്താണ് ജാഫർ ഇബ്നു അബൂ താലിബ് റളിയല്ലാഹു അൻഹുയുടെ സംസാരം, നജാഷി ഇസ്ലാം സ്വീകരിക്കാനായിട്ടുള്ള കാരണങ്ങളൊക്കെ എന്താണ് ഇവരിലൂടെയാണ് നമ്മൾ അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയ്ക്കും ചരിത്ര സംഭവങ്ങളുടെ ഒരു ശേഖരം തന്നെ ഹിന്ദ് ബിൻത് അബി ഉമയ്യ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ മക്കയിലെ ജീവിതം തീരെ സുഖമല്ല, അതായത് പിന്നീട് തിരിച്ച് മക്കയിലേക്ക് തന്നെ അവർ പിന്നെയും വരുന്നുണ്ട്. അങ്ങനെ അവിടെ എന്താണ് ജീവിതം സുഖം അല്ല എന്നുള്ളത് എല്ലാവർക്കും പൂർണ്ണമായിട്ടും അറിയായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും ആ ഒരു നാട് വിട്ടു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അധികം താമസിച്ചില്ല, യസ്രിബിലേക്കുള്ള പലായനം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അബൂ സലമയും ഉമ്മു സലമയും മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അവരുടെ ഒട്ടകപ്പുറത്ത് ഉമ്മു സലമയെ കയറ്റിയിട്ട് മകൻ സലമയെ മടിയിൽ വെച്ചുകൊണ്ട് അബൂ സലമ റളിയല്ലാഹു അൻഹ ഒട്ടകത്തെ തെളിച്ച് മുമ്പേ നടന്നു. അങ്ങനെ ഇനിയുള്ള സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ യസ്രിബിലേക്ക്
ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഒട്ടകപ്പുറത്ത് ഞാനും മകൻ സലമയുമുണ്ട്. കടിഞ്ഞാൺ പിടിച്ച അബൂ സലമ മുമ്പേ നടക്കുകയാണ്. മക്കയുടെ പ്രാന്തപ്രദേശത്തെത്തിയപ്പോൾ ബനു മുഗീറ കുടുംബത്തിലെ ചില ആളുകൾ ഞങ്ങളെ കണ്ടു. അവർ ഞങ്ങളെ തടഞ്ഞു. അബൂ സലമയോട് അവർ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പോകാം, ഞങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുമായി രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ തർക്കായി. ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ അവർ കൈക്കലാക്കി. ഒട്ടകപ്പുറത്ത് നിന്ന് എന്നെയും കുഞ്ഞിനെയും അവർ പിടിച്ചിറക്കി. വാർത്തയറിഞ്ഞ ബനു സഅദ് കുടുംബം ഇളക്കി. അതായത് അബ്ദുല്ലാഹിബിൻ അസദ് അബ്ദൽ അസദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഇളക്കി. അവരെന്താ ചെയ്തത്? അബൂ സലമയുടെ കുടുംബക്കാരായിരുന്നു അവർ പെണ്ണിനെ നിങ്ങൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. അങ്ങനെ ഒരു ഫാമിലി തർക്കം തന്നെ അവിടെ വന്നു. അങ്ങനെ എന്താണ് പറയാ, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണമെന്നവർ വാദിച്ചു. അപ്പോൾ സലമയുമായി അസദ് കുടുംബം എന്താണ് പോയി. അപ്പോൾ ആകെ ഹിന്ദ് റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒറ്റക്കായി. മകനെയും കൊണ്ടുപോയി, ഭർത്താവ് മദീനയിലേക്കും പോയി. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹ എന്താണ് ഗത്യന്തരമില്ലാണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, അവരങ്ങനെ മദീനയിലേക്ക് പോയി. ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര സമാധാനത്തിലും ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇവരുടെ എന്താണ് ഈ ഒരു ഫാമിലി ലൈഫിൽ. അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അസൂയോടുകൂടി കാണുന്ന ഒരു ലൈഫായിരുന്നു ഇവരുടേത്. അങ്ങനെ അത് അതങ്ങനെ അങ്ങോട്ട് സെപ്പറേറ്റഡ് ആക്കി എന്ന് പറയുമ്പം എത്ര വേദന ഉണ്ടായിട്ടുണ്ടാകും. അവർ വലിയൊരു ദൗത്യത്തിലേക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇവർ പറയാണ്, ജീവൻ്റെ ജീവനായ എൻ്റെ കുഞ്ഞും നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ പ്രാണനും വേറെ സ്ഥലത്തേക്ക് യാത്രയായി. അങ്ങനെ എന്ന് രാവിലെ അവർ പറയണേ, ഞാൻ മക്കയിലെ ചെറൽ പ്രദേശത്ത് പോയിട്ട് ഇരുന്ന കരയും, വൈകുന്നേരം ആവോളം കണ്ണീർ വാർത്ത് കേണുകൊണ്ടേയിരിക്കും. എൻ്റെ കുഞ്ഞിനെയും ഭർത്താവിനെയും തിരിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ കരയുന്നത് എൻ്റെ ഒരു പിതൃവപുത്രൻ കണ്ടു. എൻ്റെ ദയനീയമായ അവസ്ഥയിൽ മനസ്സലിഞ്ഞ അദ്ദേഹം ബനു മുഗീറക്കാരോട് ചോദിച്ചു, ആ പാവപ്പെട്ട പെണ്ണിനെ നിങ്ങൾ ഒഴിവാക്കുന്നില്ലേ? അവളുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും വീടും നിങ്ങൾ വേർപ്പെടുത്തിയല്ലോ. ഒടുവിൽ അവരുടെ ഒക്കെ മനസ്സിലായിരുന്നു. അങ്ങനെ ബനു മുഗീറക്കാർ എനിക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ അനുവാദം തന്നു. അതോടൊപ്പം തന്നെ ബനു അസദ്ക്കാർ കുഞ്ഞിനെയും തിരിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവരുടെ സന്തോഷം വീണ്ടും തിരിച്ചു. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അവരുടെ അത്രയും ഒരു വർഷത്തോളം ഭർത്താവിനെയും പിഞ്ചു കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവത്തിന് ഒരു വിരാമം ഇട്ട് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ത്യാഗത്തിൻ്റെ എല്ലാതും സഹിച്ചുകൊണ്ട് അവർ സമാധാനത്തിലേക്ക് തിരിച്ചു. അങ്ങനെ നാട്ടുകാരൊക്കെ വലിച്ചെറിഞ്ഞ യുവതി തൻ്റെ പ്രിയ ഭർത്താവിലേക്ക് അണയാൻ കഴിയാത്ത ഒരു വർഷത്തോളം ആളൊഴിഞ്ഞ പുറമ്പോക്കിലിരുന്ന് കണ്ണീർ വാർക്കുന്ന ചിത്രം എത്ര ദയനീയമായിരിക്കും അല്ലേ? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഒക്കെ ഒരുമിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. അങ്ങനെ സുബ്ഹാനല്ലാഹ്. സലമ പിന്നീട് പറയാണ്, ഞാൻ എൻ്റെ പൈതലിനെ വാരിപ്പുണർന്നു. മദീനയിലേക്ക് പലായനം ചെയ്ത് ഭർത്താവ് അബൂ സലമയ്ക്കെടുത്താൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. അങ്ങനെ ഞാൻ എൻ്റെ ഒട്ടകപ്പുറത്ത് കയറി കുഞ്ഞു സലമയെ മടിയിൽ വെച്ചു. വാഹനം മുന്നോട്ട് തെളിച്ചു. ഭർത്താവിനടുത്തെത്തണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മണൽക്കാടുകൾ പിന്നിട്ട് മൈലുകൾ താണ്ടി മദീനയിലെത്തണം. എൻ്റെ കൂടെ സഹായത്തിന് ആരുമില്ല. അള്ളാഹുൽ മാത്രം തവക്കുൽ ചെയ്തുകൊണ്ട് അവർ യാത്ര തിരിച്ചു. എനിക്കാണെങ്കിൽ മദീനയിലേക്കുള്ള വഴി അറിയുകയുമില്ല. പക്ഷേ ആലോചിച്ച് നിൽക്കാനുള്ള സമയമായിരുന്നില്ല അത്. ഞാൻ യാത്ര പുറപ്പെട്ടു. വിജനമായ പ്രദേശം, എല്ലാ ജന്തുക്കളും കൊള്ളക്കാരും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വഴിത്താരം, താരുണ്യം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത യുവതിയായ എന്നെ വല്ല കാമപിശാചുക്കളും ആക്രമിച്ചാൽ അങ്ങനെ സുബ്ഹാനല്ലാഹ് നഅൂദുബില്ലാ അങ്ങനെയൊക്കെ അവർ പേടിച്ചുകൊണ്ട് യാത്ര ചെയ്യായിരുന്നു. അപ്പം അതൊന്നും എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല. ഭർത്താവ് അബൂ സലമ പിന്നിട്ട പാതയിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്രയായിരുന്നു അത്. അവൻ്റെ സഹായം പ്രതീക്ഷിച്ച് ഞാൻ മുന്നേറി. കാരണം മറ്റൊരു മാർഗവും എനിക്ക് മുമ്പിലുണ്ടായിരുന്നില്ല. അങ്ങനെ തെനായിം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഒരാളെ കണ്ടു. ഉസ്മാനുബിന് അബി തൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. അദ്ദേഹം ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അബൂ ഉമ്മയുടെ മകൾ എവിടേക്കാണ്? അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, മദീനയിലേക്കുള്ള വഴിയിലാണ്, ഭർത്താവിൻ്റെ അടുത്തെത്താനാണ് എന്ന് പറഞ്ഞു. ഒറ്റക്കോ? കൂടെ ആരും ഇല്ലേ ചോദിച്ചു. അദ്ദേഹം ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു. ഞാൻ പറഞ്ഞു, അള്ളാഹു ആണ് എൻ്റെ കൂടെ, എൻ്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ, പിന്നെ അള്ളാഹും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ വിജന പ്രദേശത്ത് എങ്ങനെയാണ് നിന്നെ ഉപേക്ഷിക്കുക? ഞാൻ സഹായിക്കാം. അപ്പോൾ ആദ്യം അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. അദ്ദേഹം എൻ്റെ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് മുമ്പേ നടന്നു. ഞാൻ ശങ്കിച്ചു, ഇതൊരു കൊല്ലാപ്പാകുമോ? അങ്ങനെ വിജനമായ ഈ സ്ഥലത്ത് ഒരു അന്യപുരുഷൻ്റെ കൂടെ. പക്ഷെ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച പോലെ ആയിരുന്നില്ല. അദ്ദേഹം മാന്യനായിരുന്നു. അള്ളാഹു ആണ്, അറബികളിൽ ഉസ്മാൻ ഇബ്നു അബി തൽഹയേക്കാൾ മാന്യമായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്.
അങ്ങനെ വിശ്രമ സ്ഥലങ്ങളിൽ എനിക്ക് ഇറങ്ങണമെങ്കിൽ അദ്ദേഹം ഒട്ടകത്തെ മുട്ടുകുത്തിക്കും. സൗകര്യമുള്ള മരത്തണലിൽ കാണിച്ചു തന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം ദൂരേക്ക് പോകും. ഞാനും കുഞ്ഞും മയങ്ങി എഴുന്നേറ്റ് പുറപ്പെടാൻ തയ്യാറായാൽ അദ്ദേഹം വാഹനവുമായി വന്ന് കയറാൻ ആവശ്യപ്പെടും. ഞാൻ വാഹനപ്പുറത്ത് ഇരിപ്പുറപ്പിച്ചു എന്നറിഞ്ഞാൽ മാത്രം അദ്ദേഹം വാഹനം മുന്നോട്ട് നയിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇപ്രകാരം മദീന എത്തുവോളം തുടർന്നു. ഖുബായിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥലത്താണ് നിന്റെ ഭർത്താവ് ഉള്ളത്. ഇനി അള്ളാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് നീ തനിയെ അവിടേക്ക് പ്രവേശിക്കുക. ഇതും പറഞ്ഞ് അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. സ്വന്തം കുടുംബത്തിലെ ആരുമല്ല, നല്ലൊരു ലക്ഷ്യത്തിനും, അതായത് അദ്ദേഹം ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ട് കൂടെ ഇല്ല. എന്നിട്ടും അദ്ദേഹം ഏതോ ഒരു സ്ത്രീ അത്രയും ഭയങ്കര മോഡസ്റ്റിയോട് കൂടി, അത്രയും നല്ല സ്വഭാവത്തോടു കൂടിയാണ് ആ ഒരു സ്ത്രീയോട് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് അല്ലെ. ഞാൻ ആലോചിച്ചു, അള്ളാഹുവിന്റെ സഹായം എത്ര മഹത്തരാണ്. അവൻ ഏതു നേരവും നമ്മെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. ഇമാം റഗ്ബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മദീനയിലേക്ക് ഹിജ്റ ചെയ്ത പ്രഥമ വനിതയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതാണ് ഇവരുടെ മദീനയിലേക്കുള്ള പലായനം ആയിട്ട് നമുക്ക് അറിയാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഉസ്മാൻ ഇബ്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹു, ഇവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ കയ്യിലാണ് കഅബയുടെ താക്കോൽ ഏൽപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ ഒരു പാരിതോഷികം ഇവർ ചോദിച്ചില്ല അല്ലെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അത്രയും ദൂരം കാൽനട യാത്ര ചെയ്തിട്ടുള്ള ഇവര് ഒരു ഇത്തിരി പോലും പൈസയോ അല്ലെങ്കിൽ ഒന്നും തന്നെ അവരോട് ചോദിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അവർക്ക് അതിന് മറുപടി ആയിട്ട് നൽകിയ വലിയ സമ്മാനമായിരുന്നു മക്കയിൽ കഅബയുടെ താക്കോൽ സംരക്ഷണം എന്നുള്ളത്. ഇതുവരേക്കും അദ്ദേഹത്തിന്റെ മക്കളിലൂടെ മാത്രമാണ് ആ താക്കോൽ കൈമാറിപ്പോയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആരും കാണാതെ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും പ്രതിഫലം നൽകുക എന്നുള്ളതിനൊരു ചെറിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്, ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റേത്. ഇൻഷാ അള്ളാഹ് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹിന്ദ് ബിൻത് അബി ഉമയ്യ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. അവരുടെ ദാമ്പത്യ ജീവിതം അവരും ഭർത്താവുമായിട്ട് അത്രയ്ക്കും ഇണക്കത്തിലും അത്രയും സ്നേഹത്തിലും ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. അതുപോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭർത്താക്കന്മാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാനും ഏറ്റവും നല്ല ഭാര്യയായിട്ട് ഭർത്താവിൻ്റെ തൃപ്തി ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈമാനോട് കൂടി മരിക്കാനും നമ്മളുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ഒരുമിച്ച് നിൽക്കാനും ഒക്കെ തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഒരുപാട് ആളുകൾ ഭർത്താവും ഭാര്യയും വേർപെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളും ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും അതല്ലെങ്കിൽ വേറെ ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം വിട്ടു നിൽക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മനസ്സിൽ ഇഷ്ടവും സ്നേഹവും ഒക്കെ നിറച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.